നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നിർണായക സമയത്ത് ഒത്തുനിൽക്കേണ്ടവർ തിരിച്ചുകുത്തിയാലോ? ഇതാണ് എപ്പോഴും CPI ചെയ്യുന്നത്. ജയിച്ചെങ്കിൽ തങ്ങളുടെ ക്രെഡിറ്റ്, തോറ്റാൽ CPMന്റെ തലയിലും. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ അടിസ്ഥാന വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായെന്ന് വിലയിരുത്തി CPI. പരമ്പരാഗത ഈഴവ വോട്ടുകൾ നഷ്ടമായി. നായർ ക്രൈസ്തവ വോട്ട് വിഹിതത്തിലും വലിയ കുറവുണ്ടായിട്ടുണ്ട്. സാമുദായിക ധ്രുവീകരണം തിരിച്ചറിയാനോ പരിഹരിക്കാനോ പാർട്ടിക്കും മുന്നണിക്കും കഴിഞ്ഞില്ലെന്നും വിലയിരുത്തലുണ്ട്. ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമാണെന്ന് CPI എക്സിക്യൂട്ടീവിൽ അഭിപ്രായമുയർന്നു. മുഖ്യമന്ത്രിയുടെ ശൈലിയിലടക്കം കടുത്ത വിമർശനം ജില്ലാതല നേതൃയോഗങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലും സംസ്ഥാന കൗൺസിലിൽ അവതരിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയെ പരാമർശിക്കേണ്ടെന്നാണ് CPI എക്സിക്യൂട്ടീവ് തീരുമാനം. ഇന്നും നാളെയും സംസ്ഥാന കൗൺസിൽ യോഗം ചേരും. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ മാത്രമേ CPMന് ജയിക്കാനായുള്ളൂ. ആലത്തൂർ ഒഴികെ എല്ലാ സീറ്റുകളിലും തോൽവി ഏറ്റുവാങ്ങി. അതേസമയം മറ്റൊരു വിവാദം CPMന് പിടികൂടിയിരിക്കുകയാണ്. കോഴിക്കോട് PSC മെമ്പറെ നിയമിക്കാൻ DYFI നേതാക്കൾ ലക്ഷങ്ങൾ കോഴ വാങ്ങിയെന്ന ആരോപണം അന്വേഷിക്കണമെന്നും ഇതിന് സർക്കാർ പിന്തുണയുണ്ടെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. ഇന്ത്യയിൽ PSCയുടെ പേരിൽ ഏറ്റവും തട്ടിപ്പ് നടക്കുന്നത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ PSC മെമ്പർമാരുള്ളത് നമ്മുടെ സംസ്ഥാനത്താണ്. അപ്രഖ്യാപിത നിയമന നിരോധനമാണ് ഇവിടെയുള്ളതെന്നും കോഴ ആരോപണം ഉയർന്നിരിക്കുന്നത് ഭരണസിരാ കേന്ദ്രത്തിന് നേരെയാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിൽ ഏറ്റവും സ്വാധീനമുള്ള മന്ത്രിയുടെ അടുപ്പക്കാരനാണ് കോഴ വാങ്ങിയിരിക്കുന്നതെന്നും തിരുവനന്തപുരത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ K സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. പൊതുമരാമത്ത് മന്ത്രിയുടെ പേര് പറഞ്ഞാണ് തട്ടിപ്പ് നടന്നത്. ഇതിൽ സമഗ്ര അന്വേഷണം വേണം. ഭരണഘടനാ സ്ഥാപനത്തിലേക്കുള്ള നിയമനത്തിലാണ് തട്ടിപ്പെന്നത് ഗൗരവതരമാണ്. കോഴിക്കോട് കേന്ദ്രീകരിച്ച് CPMന്റെ തീവെട്ടിക്കൊള്ള നടക്കുകയാണെന്നും K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അതേസമയം തന്നെ തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസും പ്രതികരിച്ചു. ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. തുടർച്ചയായി നെഗറ്റീവ് പ്രശ്നങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് ജനങ്ങൾക്കറിയാം. എന്നാൽ ഇത്തരം വിഷയങ്ങളിൽ വസ്തുതയൊന്നുമില്ലെന്ന് ബോധ്യമായാലും വലിച്ചിഴയ്ക്കുന്നവർ അത് തിരുത്താനോ വിശദീകരണം നൽകാനോ തയ്യാറാകുന്നില്ല. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു അന്യായമല്ലേ? ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നായിരുന്നു മന്ത്രി റിയാസിന്റെ വാക്കുകൾ. എന്തുകൊണ്ടാണ് തന്നെ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് ജനങ്ങൾക്കറിയാം. താൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലെന്നും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. PSC അംഗമാക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് CPM നേതാവ് കോഴ വാങ്ങിയതായി പാർട്ടിക്കുള്ളിൽ പരാതി ഉയർന്നിരുന്നു. ഏരിയ സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കോഴിക്കോട്ടെ യുവജന നേതാവിനെതിരെയാണ് പരാതി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.